മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ വീഴ്ച സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച പറ്റി. സ്കൂളിൽ അനധികൃത നിർമ്മാണം നടന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്മേൽ വിദ്യാഭ്യാസ മന്ത്രി നടപടിയെടുക്കും. കെ ആർ സാജു ചേരുന്നുണ്ട്. സാജു, രാവിലെ മന്ത്രി പറഞ്ഞു റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഒട്ടും താമസമില്ലാതെ നടപടിയിലേക്ക് കടക്കുമെന്ന്. എങ്കിൽ എന്ത് നടപടിയിലേക്കാണ് മന്ത്രി കടക്കുക? അല്പസമയത്തിനകം തന്നെ ധന്യ മന്ത്രിയുടെ നടപടി സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാവും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ അപകടവുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, പ്രധാന അധ്യാപകയ്ക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു, അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. KSEBയുടെ വൈദ്യുതി ലൈൻ വർഷങ്ങളായി അപകടാവസ്ഥയിലാണ്. അത് നീക്കാനാവശ്യമായ നടപടികൾ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും മറ്റും ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യവും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നടപടി പ്രധാന അധ്യാപികയിൽ ഒതുങ്ങി നിൽക്കില്ല. AEO തലത്തിലേക്ക് നടപടി ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് വിദ്യാലയങ്ങളുടെ പരിശോധനയ്ക്കായി വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരുന്നു. അതിൽ 26ാമതായി പറഞ്ഞിരുന്നത് സ്കൂൾ പരിസരത്തോ കോമ്പൗണ്ടിലോ ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടകരം വിധം കാണുകയാണെങ്കിൽ ബന്ധപ്പെട്ട KSE അധികൃതരെ അറിയിച്ച് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചോദ്യമിരിക്കെ അതിനുണ്ട് ഇല്ല എന്ന മറുപടിയാണ് സ്കൂളിൽ നിന്നുണ്ടാവേണ്ടത്. അങ്ങനെ ഒരു മറുപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ മേൽ പിന്നീട് AEO അടക്കമുള്ളവരാണ് കാര്യങ്ങൾ അപകടമായ സാഹചര്യങ്ങൾ പരിഹരിച്ചോ എന്നതിൽ നടപടികൾ എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അക്കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുകൂടി വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച നടപടികളിലേക്ക് കടക്കും. സർക്കാർ ഇത് സംബന്ധിച്ച ഒരുപക്ഷെ കുറച്ചുകൂടി ഉന്നതതല അന്വേഷണങ്ങളിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഈ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്കായിരിക്കില്ലേ എത്തുക? DGയുടെ അന്തിമ റിപ്പോർട്ടിൽ അത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ടും മറ്റ് അധ്യാപകരുടെ മൊഴി കൂടി എടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് എപ്പോൾ കടക്കും? അക്കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലായിരിക്കും കടക്കുക. പക്ഷേ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്ന അന്തിമമായ റിപ്പോർട്ട് തന്നെയാണ്. ഈ അന്തിമ റിപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെ നടപടികളിലേക്ക് പോകാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പ്രധാന അധ്യാപികയ്ക്കും AEO അടക്കമുള്ളവർക്കുമെതിരെയുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ നടപടിയായിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക. അതേസമയത്ത് നേരത്തെ തന്നെ KSEBക്ക് വീഴ്ച പറ്റി എന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ഇന്നലെ വിശദീകരിച്ചു. ഇത് സംബന്ധിച്ച് സേഫ്റ്റി കമ്മീഷണറുടെ അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികളിലേക്ക് പോകും. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരായ പ്രാഥമികമായ നടപടിയുടെ പ്രഖ്യാപനം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചിരുന്നു, അവിടുത്തെ പ്രധാന അധ്യാപികയും പ്രിൻസിപ്പളുമൊക്കെ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അത് വളരെ കർശനമായ ഭാഷയിലുള്ളതാണ്. കാരണം വിദ്യാഭ്യാസ വകുപ്പ് ഓരോ അധ്യയന വർഷവും ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സുരക്ഷാ ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും. തുടർന്നാണ് സ്കൂളുകൾക്ക്, കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുക. അപ്പോൾ ഇങ്ങനെ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കെ ഇവിടെ എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി എന്ന ചോദ്യം ബാക്കിയാണ്. അതിനുകൂടി വിദ്യാഭ്യാസ മന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഇപ്പോഴത്തെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തുടരാമോ? ഇപ്പോൾ നമുക്ക് രാവിലെ മന്ത്രി പ്രതികരിച്ച വാക്കുകളിലേക്ക്. ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ വന്നിട്ടുള്ള അനാസ്ഥയെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത്. ഈ HMമാർക്കും പ്രിൻസിപ്പൽമാർക്കും സ്കൂളിലെ മറ്റ് അധ്യാപകർക്കും എന്ത് ജോലിയാണ്? തൊട്ടുയർന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചോ? അവര് മന്ത്രിയെ ഒരു അറിയിച്ചോ ഇങ്ങനെ ഒരു വിഷയമുണ്ട്? അപ്പോൾ കുറ്റം ചെയ്തവർ അത് ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫിറ്റ്നസ് കൊടുത്തവർ അതിന് മറുപടി പറയേണ്ടി. ഒരു കാരണവശാലും ഇതിന് ഫിറ്റ്നസ് കൊടുക്കാൻ വേണ്ടി പാടില്ലല്ലോ. അവൻ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി ഷെഡിന്റെ മുകളിൽ കയറി അതൊന്നും ഒരു കുറ്റമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല. അതൊക്കെ കുട്ടികളുടെ സാധാരണഗതിയിൽ കളിക്കുന്ന അവസരത്തിൽ ചെയ്യാറുണ്ട്.
യെസ്, ഇതായിരുന്നു ഇന്ന് രാവിലെ മന്ത്രി പ്രതികരിച്ചിരുന്നത്. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടി എന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ്, പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. KR സാജു വീണ്ടും ചേരുന്നുണ്ട്. സാജു, മറ്റൊന്ന്, ഇവിടെ ഫിറ്റ്നസ് ആര് നൽകി എന്നുള്ളൊരു ചോദ്യം, അതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിൽ ചോദിച്ചിരുന്നത് മന്ത്രി കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതിനകത്തുള്ള ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥരിലേക്ക് ഏത് തരത്തിലായിരിക്കും നടപടിയെത്തുക? ഉദ്യോഗസ്ഥരിലേക്കും സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പോകുമെന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം എങ്ങനെയാണ് ഈ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയത് എന്ന ചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഉയർത്തുന്നത്. അതെന്തു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യവും വിദ്യാഭ്യാസ മന്ത്രി ഉയർത്തുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഈ റിപ്പോർട്ടിലുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും വീഴ്ച പറ്റി എന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. സ്വാഭാവികമായും അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള നടപടികളിലേക്കായിരിക്കും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയെന്ന കാര്യം ഉറപ്പാണ്. ഇന്നലെ മുതൽ തന്നെ രണ്ട് ചോദ്യങ്ങൾ പ്രധാനമായും ഉയർത്തുന്നുണ്ടായിരുന്നു. അതിൽ ഒന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഉയർത്തിയത്. അവിടുത്തെ പ്രധാന അധ്യാപിക അടക്കമുള്ളവരുടെ പണി വേറെ എന്താണ് എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം ഇത്തരത്തിൽ ലൈന്റെ അടിയിൽ, KSEBിയുടെ ലൈന്റെ അടിയിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അതിന് അനുമതി തേടേണ്ടതാണ്. തദ്ദേശ സ്ഥാപനം അനുമതി നൽകിയിട്ടില്ല എന്ന് വിശദീകരിക്കപ്പെട്ടതാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ അക്കാര്യത്തിൽ AU അടക്കമുള്ളവർ എന്ത് നടപടിയെടുത്തെന്ന ചോദ്യമുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്കൂളിന് നൽകേണ്ടത് തദ്ദേശ സ്ഥാപനം കൂടിയാണ്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിൽ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനി തദ്ദേശ വകുപ്പ് ഏതർത്ഥത്തിലുള്ള നടപടികളിലേക്ക് കടക്കും എന്ന ചോദ്യവും ഇവിടെയുണ്ട്. സ്വാഭാവികമായും കുറെ കൂടി വ്യക്തത നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ലഭിക്കും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അത് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും അതൊരു സിസ്റ്റത്തിന്റെ വീഴ്ച തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇപ്പോൾ വേണ്ടതില്ല. അത് പല തട്ടിലായി ആ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. സ്കൂളിലെ പ്രധാന അധ്യാപിക മുതൽ AEO അടക്കമുള്ളവർ മുതൽ തദ്ദേശ സ്ഥാപനം വരെയുള്ളവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനെ ഓരോ വകുപ്പും ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യും എന്നതാണ് ഇനി നമ്മൾ കാണേണ്ടത്. സ്വന്തം വീഴ്ച ഏറ്റുപറഞ്ഞിരുന്നു ഇന്നലെ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. തന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിന്റെ കാര്യകാരണങ്ങളും അദ്ദേഹം വിശദീകരിച്ചതാണ്. ഇനി വിദ്യാഭ്യാസ മന്ത്രിയും സമാനമായ നിലപാടിലേക്ക് പോകുമോ, ആ വീഴ്ചയുടെ ഉത്തരവാദിത്വം കൂടി ഇവരൊക്കെ ഏറ്റെടുക്കുമോ എന്നുകൂടിയാണ് നമുക്ക് അറിയാനുള്ളത്. ധന്യ. യെസ്, അതാണ് സാജു പറഞ്ഞതുപോലെ സ്കൂളിലും KSEBിക്കും പഞ്ചായത്തിനും ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാകുന്നു. അതിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നു. ഉടൻ തന്നെ നടപടിയിലേക്ക് കടക്കും. ഇനി ലഭിക്കേണ്ടത് KSEBിയുടെ ഭാഗത്തു നിന്ന് എന്ത് വീഴ്ച സംഭവിച്ചു എന്നുള്ളതിലുള്ള റിപ്പോർട്ടാണ്. അതിനുശേഷം ഉടൻ തന്നെ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് രാവിലെ മന്ത്രിയും പങ്കുവച്ചിരിക്കുന്നത്.